UDF അധികാരത്തിലെന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് എന്താണ് ആഭ്യന്തരം മുസ്ലിം ലീഗിന് തന്നെ കൊടുക്കാറില്ല. ഏതൊരു കാലത്ത് CH ആഭ്യന്തരമന്ത്രിയായി കേട്ടിട്ടുണ്ട്, അറിയില്ല കഥ. അപ്പൊ എന്തിനാണ് ഈ AK ബാലൻ പറയാണ് UDF വന്നാൽ? ഞാൻ അപ്പുറത്തിരിക്കുന്ന മിഥുന്, അദ്ദേഹം നല്ലൊരു ഡിബേറ്ററാണ്, കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അദ്ദേഹം BJPയെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്നത് അങ്ങ് കരുതുന്നുണ്ടോ മിഥുൻ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്ന AK ബാലന്റെ? അപ്പൊ ബാലന് സംഗതി തിരിയായിട്ടില്ല. ഇപ്പോഴും ഒരു എന്താണ് മുസ്ലിങ്ങൾ അധികാരത്തിലെത്താൻ പോകുന്നു, മുസ്ലിങ്ങൾ ഇവിടെ അധികാരത്തിലെത്താൻ പോകുന്നു, നിങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയാണോ എന്ന ഒരു അവബോധം ഉണ്ടാക്കുക. സത്യത്തിൽ മുസ്ലിങ്ങൾ പിന്നെ ആരെങ്കിലും മുസ്ലിങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങൾ കൂട്ടുപിടിക്കണ്ട. മിഥുൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ഇത് പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അല്ല, എന്നാലും മിഥുന്റെ അഭിപ്രായം അറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. കാരണം UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കാണ് കൊടുക്കുക എന്ന ബാലന്റെ പ്രസ്താവന അല്ല, അതിന്റെ ഒരു വലതുപക്ഷത്തിന്റെ മറുപടി കേൾക്കാനുള്ള പിന്നെ കൗതുകം കൊണ്ട് ചോദിച്ചത്. വലതുപക്ഷത്തിന് മൈനോറിറ്റീസ് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു ഒറ്റ ഉദാഹരണം എനിക്ക് പറയാനുള്ളത് മുനമ്പാണ്. അവിടെ BJPക്ക് അത്ര വലിയ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അവിടെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പം മൈനോറിറ്റീസിന് BJP അകറ്റി നിർത്തപ്പെടുന്ന ഒരു പാർട്ടി അല്ല. അപ്പോ AK ബാലൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇലക്ഷനിൽ തന്നെ കാണാൻ കഴിഞ്ഞു. അതിന്റെ തിരിച്ചടിയാണ് LDFന് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ഞങ്ങൾ സെക്യുലർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ഒരു വർഗീയത പുഷ് ചെയ്യാൻ നോക്കുന്ന ഒരു പാർട്ടിയെ LDF മാത്രം പറഞ്ഞിട്ട് നമുക്ക് മൈനോറിറ്റിയുടെ ഒപ്പം നിൽക്കുന്നവരാണ് BJP എന്നോ NDA മുന്നണി എന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ മൈഗവിന്റെ ഭാഗമായി നിന്ന ഒരാളാണ്. എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു കാലത്ത് പോലും നരേന്ദ്രമോദിയുടെ കീഴിൽ ഏതെങ്കിലും മൈനോറിറ്റി സെക്ഷനെ മാറ്റി നിർത്തിക്കൊണ്ട് മെജോറിറ്റികൾക്ക് വേണം എല്ലാ എന്താ പറയുക ഈ പറഞ്ഞ പോലെ മെജോറിറ്റികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ രാജ്യത്ത് ചെയ്യണം എന്ന ഒരു പുഷൊന്നും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ടോപ്പ് കാലത്ത് രാജ്യം മുഴുവൻ മൈനോറിറ്റി ആക്രമിക്കപ്പെടുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് വിഷയമല്ല. ഈ വിഷയത്തിൽ AK ബാലൻ പറഞ്ഞപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ മൈനോറിറ്റി പോക്കറ്റ്സ് ഉള്ള അല്ലെങ്കിൽ മൈനോറിറ്റി അതായത് നമ്മളിവിടെ മൈനോറിറ്റി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒക്കെ മെജോറിറ്റി നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഈ UP പോലത്തെ സ്ഥലങ്ങളിൽ പോലും പല വാർഡുകളിലും മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ BJP ജയിച്ചു വരുന്നുണ്ട്. അപ്പം ഈ BJP ഇവിടെ ഒരു അൺടച്ചബിലിറ്റി കൾച്ചർ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. BJPക്കെതിരെ ഒരു അൺടച്ചബിലിറ്റി കൾച്ചർ എങ്ങനെ BJP ജയിക്കുന്നു എന്നുള്ളത് പോലും ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നു രാജ്യത്ത് എന്നുള്ളതാണ്. എന്തായാലും അതിലേക്ക് ഗൺ പോയിന്റിലും വെച്ച് വോട്ട് ചെയ്യിപ്പിക്കുകയാണോ മറ്റേ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. ഷാജി ഞാൻ എന്റെ സമയം ഇതിന് കൊടുത്താൽ സോറി ആയിക്കോട്ടെ, എനിക്ക് തുടരാവോ? തുടർന്നോളൂ ശ്രീ ദാമോദർ പ്രസാദ് താങ്കൾ. അതായത് അല്ല അപ്പൊ ഞാൻ ഈ ബാലൻ പറഞ്ഞ കാര്യത്തിന്റെ ഈ വലതുപക്ഷ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്താണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിച്ചാണ്. മിഥുൻ അത് വളരെ മനോഹരമായി തന്നെ പറഞ്ഞു. ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ ദാമോദർ താങ്കൾ പറഞ്ഞോളൂ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചത് എന്തായാലും ഷാജി ചാലിയും മിഥുനോട് ചോദിച്ചതേക്ക് എനിക്കും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. മിഥുനോട് ഈ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാര്യം മൈനോറിറ്റി ഔട്ട്റീച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എത്ര മുസ്ലിം പിമാർ BJPക്ക് നിലവിലുണ്ട്, എത്ര മുസ്ലിം ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, ആ ഒരു വിശദാംശം കൂടി അറിഞ്ഞാൽ നമുക്ക് ഈ സമീപനത്തിൻ്റെ വളരെ വ്യക്തത കാണാൻ പറ്റുള്ളൂ. എത്ര പേര് അവർക്ക് മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിന് എത്ര റെപ്രസെൻറ്റേഷൻ BJPക്ക് ഉണ്ട്, BJP എന്ന പാർട്ടിക്ക് ഉണ്ട്, എത്ര മന്ത്രിമാരുണ്ട് എന്ന് മിഥുൻ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ BJPയുടെ ഭർത്താവൊന്നുമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം BJPയിൽ ഒരു മെറിറ്റ് ബേസ്ഡ് കൾച്ചറാണ്. അപ്പോൾ BJPയിലേക്ക് കൂടുതൽ മുസ്ലിം വോട്ടേഴ്സ് ഉള്ളൊരു പാർട്ടിയായിട്ട് ഞാൻ കാണുന്നില്ല. മുസ്ലിം സപ്പോർട്ട് വോട്ടേഴ്സ് പാർട്ടി മുസ്ലിംസിന്റെ ഒരു ഫ്ലോ BJPയിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പൊസിഷൻസിലേക്കൊക്കെ ആളുകൾ വരും. ഇലക്ഷന് തൊട്ടു മുമ്പ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞതാണ് മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് MP മാരുണ്ടാകുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക്